ഹായ് ഗൈസ്, വെൽക്കം ടു മൂവി ഷോക്കേസ്. 2023 റിലീസ് ചെയ്ത നോവെയർ എന്ന സർവൈവൽ ത്രില്ലറാണ് നമ്മളിന്നിവിടെ കാണാൻ പോകുന്നത്. ഇവിടെ സ്പെയിനിലെ ആളുകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫുഡും വെള്ളവും ഒന്നും ആർക്കും തികയുന്നുണ്ടായിരുന്നില്ല. ഫുഡും മറ്റ് അവശ്യ സാധനങ്ങൾക്കും ഒക്കെ ഇവിടെ കടുത്ത ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഫുഡിന്റെ പേരിൽ പലയിടത്തും കലാപങ്ങളും അടിപിടികളും ഒക്കെ നടന്നു പോകുന്നു. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് സ്പെയിനിലെ ഗവൺമെന്റ് ഇവിടുത്തെ പോപ്പുലേഷൻ കുറയ്ക്കാൻ തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് സമൂഹത്തിലെ വീക്കായിട്ടുള്ള, അതായത് ഈ പ്രായമുള്ളവര്, അതുപോലെ കൊച്ചുകുട്ടികള്, പിന്നെ പ്രഗ്നന്റ് ലേഡീസ്, അങ്ങനെയുള്ളവരെല്ലാം കണ്ടെത്തി ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്ത് ഇവരെയെല്ലാം കൊന്നുകളയുന്നു. കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ വീക്കായിട്ടുള്ള പലരും അവരുടെ ഉറ്റവരോടൊപ്പം ഗവൺമെന്റിന്റെ കണ്ണ് വെട്ടിച്ച് നാടുവിടുന്നു. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിലൊരാളാണ് പ്രഗ്നന്റ് ആയ നമ്മുടെ ഹീറോയിൻ മിയയും അവളുടെ ഹസ്ബൻഡ് നിക്കോയും. ഇവര് ഒരു ഏജന്റിന്റെ സഹായത്തോടെ കടൽ മാർഗം അയർലൻഡിലേക്ക് കടക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഏജന്റിന് കൊടുക്കാനുള്ള പൈസയൊക്കെ നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം പുള്ളി അത് പോരാ എന്ന് പറയുന്നത് കൊണ്ട് മിയയുടെ കല്യാണ മോതിരം കൂടെ അയാൾക്ക് ഇവർ ഊരി കൊടുക്കുന്നു. അയർലൻഡിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു കണ്ടെയ്നറിനുള്ളിൽ ഒളിഞ്ഞിരുന്നു പോകാനായിരുന്നു ഇവരുടെ ശ്രമം. കണ്ടെയ്നറിനുള്ളിൽ ഇവരെ കൂടാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മറ്റു പലരും ഉണ്ടായിരുന്നു. ഹീറോയിന് ഒരു ചോക്ലേറ്റ് ഒക്കെ സമ്മാനിച്ചുകൊണ്ട് നമുക്ക് അയർലൻഡിൽ ചെല്ലുമ്പോൾ കഴിക്കാം എന്നൊക്കെ പറയുന്നു. ഹീറോയിൻ അത് അവളുടെ പോക്കറ്റിൽ വിടുന്നു. ഇവരിയ്ക്കുന്ന ഈ കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ട്രക്ക് പതിയെ മൂവ് ആയി തുടങ്ങിയിരിക്കുന്നു. കണ്ടെയ്നറിനുള്ളിൽ ഒരു ലേഡി പുറത്തു നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് അവളുടെ കയ്യിലുള്ള ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് അതിനുള്ളിൽ ഒരു ഹോൾ ഇടുന്നു. ഹീറോയിന്റെ നിറവയറിൽ പിടിച്ചുകൊണ്ട് ഇവളൊരു പെൺകുട്ടിയാണ്, ഇവളെ നമുക്ക് നോവ എന്ന് വിളിക്കാം എന്നെല്ലാം പറയുന്നു. ഇതെങ്ങനെ പെൺകുട്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? അത് മാത്രമല്ല, 2 ദിവസമായിട്ട് എനിക്ക് വയറ്റിൽ അനക്കമൊന്നും ഫീൽ ചെയ്യുന്നില്ല, എനിക്ക് പേടിയാകുന്നുണ്ട് എന്നെല്ലാം ഹീറോയിനും പറയുന്നു. ഹീറോ എല്ലാം ശരിയാകും എന്നെല്ലാം പറഞ്ഞ് ഹീറോയിനെ സമാധാനിപ്പിക്കുന്നു. ഇവർക്ക് ഓൾറെഡി ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ മിലിറ്ററിക്കാർ കൊന്നുകളഞ്ഞതാണ്. ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റാത്തതിന്റെ കുറ്റബോധം ഹീറോയിനിൽ നല്ലപോലെ ഉണ്ടായിരുന്നു. ഇവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കവേ ട്രക്ക് പെട്ടെന്ന് നിർത്തുന്നു. കാര്യം തിരക്കുന്നതിന് വേണ്ടിയിട്ട് ഹീറോ ഡോറിനടുത്ത് എത്തിയതും ഡോർ ഓപ്പൺ ആയി അതിലേക്ക് കുറെ അധികം ആളുകൾ ഓടിക്കയറുകയും ചെയ്യുന്നു. ഇത്രയും പേർക്ക് ഒന്നിച്ച് ഒരു കണ്ടെയ്നറിനുള്ളിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, പകുതി പേർക്ക് പോകാൻ മറ്റൊരു കണ്ടെയ്നർ ഉണ്ട് എന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ നിൽക്കുന്ന ഹീറോ ഉൾപ്പെടെയുള്ളവരെ ഏജന്റിന്റെ ആൾക്കാര് ഇടിച്ച് താഴെയിടുന്നു. കണ്ടെയ്നറിന്റെ അങ്ങേയറ്റത്ത് അകപ്പെട്ടു പോയ ഹീറോയിൻ ഓടിയെത്തിയപ്പോഴേക്കും കണ്ടെയ്നറിന്റെ ഡോറ് ക്ലോസ് ആക്കിയിരുന്നു. കണ്ടെയ്നറിനുള്ളിലെ ഹോള് വഴി നോക്കിയ ഹീറോയിന് മറ്റൊരു ഗ്രീൻ കളറൊക്കെയുള്ള ഒരു കണ്ടെയ്നറിലേക്ക് കയറി പോകുന്ന ഹീറോയെ കാണാൻ സാധിച്ചു. ഹീറോയിൻ ഉടനെ തന്നെ അവളുടെ ഫോൺ എടുത്ത് തന്റെ ഭർത്താവിനെ വിളിക്കുന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്ക് അയർലൻഡിൽ വെച്ച് കാണാം, നീ ധൈര്യമായിട്ടിരിക്കെ, ഫോണിലെ ചാർജ് തീർക്കണ്ട, അതുപോലെ കണ്ടെയ്നറിനുള്ളിലെ മറ്റാരെയും നീ വിശ്വസിക്കരുത് എന്നെല്ലാം പറഞ്ഞ് ഹീറോയിനെ ഹീറോ സമാധാനിപ്പിക്കുന്നു. ട്രക്ക് വീണ്ടും നീങ്ങി തുടങ്ങി. ട്രക്ക് കടന്നു പോകുന്ന വഴികളിലെല്ലാം കൊലയും കലാപങ്ങളും എല്ലാമായിരുന്നു. കുറച്ചു ദൂരം ചെന്നു കഴിഞ്ഞപ്പോഴേക്കും കണ്ടെയ്നർ വീണ്ടും നിർത്തുന്നു. വണ്ടി മിലിറ്ററിക്കാരുടെ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുന്നു. വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ നോക്കിയ മിലിറ്ററിക്കാരൻ ബുക്കും പേപ്പറും ഒക്കെ ഓക്കെയാണ്, പക്ഷെ വണ്ടി ചെക്ക് ചെയ്യാതെ വിടില്ല എന്നയാൾ പറയുന്നു. അങ്ങനെ കണ്ടെയ്നർ ഓപ്പൺ ആക്കുന്നു. പക്ഷേ കണ്ടെയ്നറിനുള്ളിൽ കുറച്ച് ബോക്സ് അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടെയ്നറിന്റെ ഉള്ളു പരിശോധിച്ച ഓഫീസർക്ക് പക്ഷേ അതിനുള്ളിൽ ആളുകൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന സത്യം മനസ്സിലാകുന്നു. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് പുറത്തേക്ക് വരൂ, നിങ്ങളെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. നിങ്ങൾ ഈ കള്ളന്മാർക്ക് കുറെ പൈസ കൊടുത്തിട്ടായിരിക്കുമല്ലോ ഇതിനകത്ത് ഒളിച്ചിരിക്കുന്നത്. ഈ കള്ളന്മാരെ വിശ്വസിക്കുന്നതിലും ഭേദം ഞങ്ങളെ വിശ്വസിക്കുന്നതല്ലേ, നിങ്ങൾ ദയവായി പുറത്തു വരൂ എന്നൊക്കെ പറഞ്ഞ ഓഫീസർ കുറെ ഡയലോഗ് അടിക്കുന്നു. നമ്മുടെ ഹീറോയിൻ ഈ സമയം കൊണ്ട് ഇവര് മറിഞ്ഞിരിക്കുന്ന പ്ലേസിലുണ്ടായിരുന്ന ഒരു ബോക്സിന്റെ മുകളിലായിട്ട് കയറി ഒളിച്ചിരിക്കുന്നു. ഓഫീസറിന്റെ ഡയലോഗ് വിശ്വസിച്ച ഒരു പെൺകുട്ടി അവരുടെ സീക്രട്ട് ഡോർ ഓപ്പൺ ചെയ്തതും അവളുടെ നെറ്റിയിലായിട്ട് ആ ഓഫീസേഴ്സ് ഷൂട്ട് ചെയ്യുന്നു. അവിടെയുള്ള എല്ലാവരെയും ഓഫീസേഴ്സ് യാതൊരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ആരെയും സഹായിക്കാൻ വയ്യാതെ, ഒന്നുറക്കെ കരയാൻ പോലും വയ്യാതെ ഹീറോയിൻ ആ ബോക്സിന്റെ മുകളിൽ തന്നെ നിലയുറപ്പിച്ചു. ഹീറോയിനെ അവർ കണ്ടുപിടിക്കാത്തത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവരെ എല്ലാം കൊന്ന് അവിടുത്തെ തെളിവ് നശിപ്പിച്ചിട്ട് അവർ ആ ട്രക്ക് പറഞ്ഞു വിടുന്നു. ട്രക്ക് മൂവ് ചെയ്ത ഉടനെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് ഹീറോയിൻ അവളുടെ ഭർത്താവിന് ഒരു വോയിസ് നോട്ട് അയക്കുന്നു. അധികം താമസിക്കാതെ ഹീറോയിൻ ഇരിക്കുന്ന കണ്ടെയ്നർ ഹാർബറിൽ എത്തുകയും അവിടെ നിന്ന് അതിനെ ഷിപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. കണ്ടെയ്നറിലെ ഹോള് വഴി ഹീറോയിൻ എല്ലാം വാച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഹീറോയിൻ തന്റെ ഭർത്താവിനെ വിളിക്കാൻ നോക്കിയിട്ട് കോള് പോകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് അവൾ വോയിസ് നോട്ട് അയക്കുന്നു. ട്രക്കിനുള്ളിൽ നിന്നും ഹീറോയിന് മറ്റാരുടെയോ ഒരു ബാഗ് ലഭിക്കുന്നു. ഒരു ലൈറ്റ്, ഫോണ്, കുറച്ച് വെള്ളം, പിന്നെ ഒരു ഡ്രില്ലിംഗ് മെഷീൻ, ഇത്രയുമായിരുന്നു ആ ബാഗിലുണ്ടായിരുന്നത്. ഷിപ്പ് പതിയെ മൂവായി തുടങ്ങിയിരിക്കുന്നു. ഹീറോയിൻ ആണെങ്കിൽ നല്ലപോലെ പേടിയാകാനും തുടങ്ങി.
ഭർത്താവിന്റെ പക്കൽ നിന്നും ഇതുവരെ കോളോ മെസ്സേജോ യാതൊന്നും വന്നതുമില്ല. കുറച്ചധികം സമയങ്ങൾക്ക് ശേഷം ഹീറോയിന്റെ കണ്ടെയ്നർ വല്ലാണ്ട് ആടി ഉലയാൻ തുടങ്ങി. അതിന് കാരണം മറ്റൊന്നുമല്ല, പുറത്ത് നല്ല കാറ്റും മഴയുമായിരുന്നു. ഹീറോയിൻ ആ കണ്ടെയ്നറിനുള്ളിലെ ഹോളിലൂടെ നോക്കി പുറത്തുള്ളവരോട് രക്ഷിക്കണമെന്ന് പറഞ്ഞ സഹായം അഭ്യർത്ഥിക്കുന്നു. അവര് രക്ഷിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിലും കാറ്റും മഴയും കൂടിയതോടെ ഷിപ്പിലെ കുറെ അധികം കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്നു. കടലിലേക്ക് വീണ കണ്ടെയ്നറുകളിൽ ഒന്ന് നമ്മുടെ ഹീറോയിന്റേതായിരുന്നു. വീഴ്ചയിലെ ബോധം കെട്ടുപോയ ഹീറോയിൻ കുറച്ചധികം സമയങ്ങൾക്ക് ശേഷം കണ്ണു തുറന്നപ്പോൾ കാണുന്നത് ചുറ്റുപാടും വെള്ളവും വെള്ളത്തിൽ കിടക്കുന്ന കുറച്ച് കണ്ടെയ്നറുകളും മാത്രമാണ്. പേടിച്ചു പോയ ഹീറോയിൻ ഓടിച്ചെന്ന് തന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് മുഴുവനായിട്ട് പൊട്ടിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ബാഗിൽ നിന്നും ലഭിച്ച മറ്റേ ഫോണിനെ പറ്റി അവൾക്ക് ഓർമ്മ വന്നത്. അത് പക്ഷേ പാസ്വേഡ് ഒക്കെ ഇട്ട് ഫുള്ള് ലോക്കായിരുന്നു. പേടിച്ച് എന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് ഒരു കാര്യം ഹീറോയിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കണ്ടെയ്നറിലെ ജലനിരപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയിന്റെ കണ്ടെയ്നറിനുള്ളിലെ ബോക്സുകളിൽ ഇയർഫോണും ടിവിയും ഡ്രസ്സും അതുപോലെ വോഡ്ക, പിന്നെ ഒരു ബോക്സിൽ നിറയെ പ്ലാസ്റ്റിക് ടിന്നുകളുമായിരുന്നു. കണ്ടെയ്നറിൽ നിന്ന് ലഭിച്ച ഒട്ടിക്കുന്ന ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് അവൾ ആ ഹോളുകൾ മുഴുവൻ അടയ്ക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറെ അധികം ആളുകളുടെ നിലവിളി ശബ്ദം അവൾ കേൾക്കുന്നത്. കണ്ടെയ്നറിലെ ഹോള് വഴി നോക്കിയ ഹീറോയിന് മുങ്ങി താണുകൊണ്ടിരിക്കുന്ന ആളുകൾ നിറഞ്ഞൊരു പച്ച കണ്ടെയ്നർ കാണാൻ സാധിച്ചു. ഹീറോയിന്റെ ഹസ്ബൻഡ് കയറിയ അതേ കണ്ടെയ്നർ പോലെ ഉണ്ടായിരുന്നു അത്. പേടിച്ചു പോയ അവള് ഓടിച്ചെന്ന് അവളുടെ ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കുമ്പം ഫോൺ ഓൾറെഡി പൊട്ടിയിരിക്കുകയാണല്ലോ. അവളുടെ സിം ഊരി മറ്റേ ചെറിയ ഫോണില്ലേ അതിലിട്ട് നോക്കുന്നു. ഫോണൊക്കെ ഓൺ ആയെങ്കിലും കോള് കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. രക്ഷപ്പെടാനായിട്ട് ഇനി യാതൊരു മാർഗവും മുന്നിലില്ല. തന്റെ ഹസ്ബൻഡും ഇപ്പൊ കൂടെയില്ല. ഇനി എന്തിന്, ആർക്ക് വേണ്ടി ജീവിക്കണം, ഇവിടെ ഇരുന്നാല് വെറുതെ പട്ടണ കിടന്ന് മരിക്കുകയുള്ളൂ എന്നൊക്കെ ഹീറോയിന് തോന്നി തുടങ്ങി. അവള് കണ്ടെയ്നറിനുള്ളിൽ നിന്നും കിട്ടിയ ഒരു കത്തി ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്യാനൊരുങ്ങുന്നു. എന്നാൽ അപ്പോഴേക്കും അവളുടെ വയറ്റിലെ ബേബിയുടെ മൂവ്മെന്റ്സ് അവൾക്ക് ഫീൽ ചെയ്തു. 2-3 ദിവസമായിട്ട് അനക്കമൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നല്ലോ. എന്തായാലും കുഞ്ഞിനെ ഓർത്ത് അവൾ സർവൈവ് ചെയ്യണം എന്ന തീരുമാനമെടുത്തു. രാത്രിയായി തുടങ്ങിയിരുന്നു. ഹീറോയിൻ പതിയെ കണ്ടെയ്നറിനുള്ളിൽ കിടന്നുറങ്ങുന്നു. നേരം വെളുത്തതും കണ്ടെയ്നറിലെ ജലനിരപ്പ് നല്ലപോലെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അവൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ആ ടേപ്പ് ഇളകിപ്പോയിരിക്കുകയാണ്. കണ്ടെയ്നറിലെ ബോക്സിൽ നിന്നും ലഭിച്ച പ്ലാസ്റ്റിക് പാത്രങ്ങളുടെയൊക്കെ അടപ്പിലുണ്ടായിരുന്ന വാഷർ ഉപയോഗിച്ച് അവൾ ആ ഹോളുകൾ മുഴുവൻ അടയ്ക്കുന്നു. കണ്ടെയ്നറിനുള്ളിലെ വെള്ളമെല്ലാം ഒരു തരത്തിൽ കുറെയൊക്കെ അവൾ പുറത്തേക്ക് ഒഴുക്കി കളയുന്നു. വെള്ളത്തിന്റെ അളവ് എത്രമാത്രം ഉയരം, എവിടം വരെ എത്തിയാൽ സേഫ് ആയിരിക്കും എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ടേപ്പ് ലിമിറ്റ് ആയിട്ട് അവൾ ഒട്ടിച്ചു വെക്കുന്നു. അവള് കയ്യിലുള്ള ഫോൺ വെച്ച് ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് വെള്ളവും ഫുഡും ബാക്കി എല്ലാ സാധനങ്ങളും ഒക്കെ അവൾ നേരത്തെ വെച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവളുടെ ഫോണിലേക്ക് അവളുടെ ഹസ്ബൻഡ് വിളിക്കുന്നു. ഹീറോയിന്റെ ഹസ്ബൻഡിന് നാട്ടിൽ നിന്നും പോരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുള്ളി അവിടെ തന്നെ പെട്ടുപോയിരിക്കുകയായിരുന്നു. അവള് തന്റെ ഭർത്താവിനോട് നടന്ന കാര്യങ്ങളൊക്കെ വിവരിക്കുന്നു. നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ ഉറപ്പായി എത്തും, അതുവരെ പിടിച്ചു നിൽക്കണമെന്നെല്ലാം അവളുടെ ഭർത്താവ് പറയുന്നു. അവളുടെ കയ്യിലുള്ള ഫുഡും വെള്ളവും എല്ലാം അവൾ വളരെ കുറേശ്ശെ മാത്രം എടുത്ത് ഉപയോഗിക്കുന്നു. കാരണം ഇനിയും ദിവസങ്ങൾ കടന്നു പോകാനുണ്ടല്ലോ. രാത്രിയായതും വീണ്ടും കൊടുങ്കാറ്റും മഴയും ആരംഭിച്ചു. കടൽ ആടി ഉലയുന്നതിനൊപ്പം ഹീറോയിന്റെ കണ്ടെയ്നറും ആടി ഉലയാൻ തുടങ്ങി. കണ്ടെയ്നറിനുള്ളിലെ ഒരു ബോക്സിനുള്ളിൽ സേഫ് ആയിട്ടിരിക്കാൻ അവൾ ശ്രമിക്കുന്നു. ഈ സമയം അവളുടെ ഫോൺ റിങ് ചെയ്യുന്നു. അതെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് വെള്ളത്തിലോട്ടും പോയി. ഇതിനെല്ലാം ഇടയ്ക്ക് അവൾക്ക് ഡെലിവറി പെയിനും ആരംഭിച്ചു. അങ്ങനെ ആ കണ്ടെയ്നറിനുള്ളിൽ വെച്ച് തന്നെ ഹീറോയിൻ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നു. നേരം വെളുത്തതും കണ്ടെയ്നറിനുള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഹീറോയിൻ അവളുടെ കൈവശമുണ്ടായിരുന്ന ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ആ കണ്ടെയ്നറിന്റെ മുകൾ ഭാഗം തുറക്കുന്നു. അവളുടെ ബേബി ഭയങ്കര കരച്ചിലായിരുന്നത് കൊണ്ട് ബേബിക്ക് ഫീഡ് ചെയ്തതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഫുഡെല്ലാം അവൾ കഴിച്ചു തീർക്കുന്നു. പാലൊക്കെ കുടിച്ച സന്തോഷത്തില് കുഞ്ഞുവാവ കിടന്നുറങ്ങുന്നു. ക്ഷീണം കാരണം ഹീറോയിനും മയങ്ങി പോകുന്നു. നേരം വെളുത്തതും അവളുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രില്ലിംഗ് മെഷീനും പേന കത്തിയും ഒക്കെ ഉപയോഗിച്ച് മുകൾ ഭാഗം തുറക്കാൻ ആരംഭിച്ചു. അവളുടെ കൈയൊക്കെ മുറിഞ്ഞെങ്കിലും പ്രതീക്ഷ വിടാതെ അവൾ ജോലി തുടർന്നു. വിശപ്പും ദാഹവും സഹിക്കാതെ വന്നപ്പോൾ അവളുടെ ഡെലിവറി ടൈമില് അവളുടെ വയറ്റിൽ നിന്നും കിട്ടിയ പ്ലാസന്റ് വരെ അവൾ ഭക്ഷിച്ചു. പിറ്റേ ദിവസവും അവൾ അവളുടെ ജോലി ആരംഭിച്ചു. എന്നാൽ ഫുഡും വെള്ളവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ജോലി ചെയ്യാൻ അവളെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവള് ചെറിയൊരു മയക്കത്തിലേക്ക് പോകുന്നു. എന്നാൽ ഈ സമയം അവിടെ മഴ പെയ്യുകയും കണ്ടെയ്നറിന്റെ മുകളിൽ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് അവളിട്ട ഹോള് വഴി മഴവെള്ളം അകത്തേക്ക് വീഴുകയും ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളിലെല്ലാം അവൾ വെള്ളം ശേഖരിച്ചു വെക്കുന്നു. ഹീറോയിൻ കഷ്ടപ്പെട്ട് ഒരു തരത്തിൽ ആ കണ്ടെയ്നറിന്റെ മുകൾ ഭാഗം ഓപ്പൺ ചെയ്യുന്നു. കണ്ടെയ്നർ ഒക്കെ തുറന്ന് പുറത്തെത്തിയെങ്കിലും ചുറ്റും വെള്ളം മാത്രമേ അവൾക്ക് കാണാൻ സാധിച്ചുള്ളൂ. അങ്ങനെ പച്ച മത്സ്യം ഭക്ഷിച്ചും മഴവെള്ളം കുടിച്ചും അവൾ കുറച്ചധികം ദിവസങ്ങൾ കൂടി തള്ളി നീക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി അവളുടെ ഭർത്താവ് അവളെ വിളിക്കുന്നു. പുള്ളിയെ മിലിറ്ററിക്കാരെ ഷൂട്ട് ചെയ്തു, ഒരുപാട് ബ്ലഡ് പോയി, ഏത് നിമിഷം വേണമെങ്കിലും താൻ കൊല്ലപ്പെടാം എന്നെല്ലാം അയാൾ പറയുന്നു. ഹീറോയിനോടും കുഞ്ഞിനോടും സേഫ് ആയിട്ടിരിക്കണം, നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് വരാൻ കഴിയില്ല എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കവേ അയാളുടെ ജീവൻ അവിടെ അവസാനിക്കുന്നു. ഹീറോയിന്റെ ആ പ്രതീക്ഷയും അവിടെ അവസാനിച്ചു.
കണ്ടെയ്നറിലെ ജലനിരപ്പും അത്യാവശ്യം നല്ലപോലെ ഉയർന്നിട്ടും ഉണ്ടായിരുന്നു. അവള് മാർക്ക് ചെയ്തിരുന്ന ആ ലിമിറ്റ് കഴിയുകയും ചെയ്തു. എങ്ങനെയും കുഞ്ഞിനെ സേഫ് ആക്കണമെന്ന് മനസ്സിലുറപ്പിച്ച് കണ്ടെയ്നറിനുള്ളിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് ബോക്സുകളൊക്കെ ഉപയോഗിച്ച് അവൾ ചെറിയൊരു ചങ്ങാടം തന്നെ നിർമ്മിക്കുന്നു. കുഞ്ഞിനെ സേഫ് ആയിട്ട് ചങ്ങാടത്തിനുള്ളിലാക്കിയിട്ട് കണ്ടെയ്നറിനുള്ളിലേക്ക് നോക്കിയപ്പോഴേക്കും അതിന്റെ അകത്ത് നിറയെ വെള്ളമായിട്ടുണ്ടായിരുന്നു. ഏത് നിമിഷം വേണമെങ്കിലും അത് മുങ്ങാം എന്ന അവസ്ഥയായി. അപ്പോഴാണ് തന്റെ ഭർത്താവ് തന്ന ചോക്ലേറ്റിനെ പറ്റി അവൾ ഓർത്തത്. ഒട്ടും മടിക്കാതെ അവൾ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ആ ചോക്ലേറ്റ് എടുത്തുകൊണ്ട് തിരിച്ചു പോരവേ അവളുടെ കാലിലായിട്ട് ഒരു കയറ് കുടുങ്ങുന്നു. ഈ സമയം കൊണ്ട് കണ്ടെയ്നർ മുഴുവനായി കടലിലേക്ക് മുങ്ങുകയും ചെയ്യുന്നു. കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ആ കയറ് കട്ട് ചെയ്തിട്ട് അവളും ആ കണ്ടെയ്നറിൽ നിന്നും വെളിയിലേക്ക് വരുന്നു. കുഞ്ഞു വാവ സേഫായിട്ട് ചങ്ങാടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ചെറിയ ചങ്ങാടത്തിലായി അമ്മയും മോളും. പക്ഷേ ഈ ചെറിയ ചങ്ങാടത്തിലെ അതിജീവനം കണ്ടെയ്നറിനെ പോലെ എളുപ്പമായിരുന്നില്ല. അവള് വല്ലാണ്ട് ക്ഷീണിച്ചിരുന്നു. ചങ്ങാടത്തിലെ ബോക്സിൽ സൂക്ഷിച്ചിരുന്ന മീന്റെ വേസ്റ്റ് അവൾ ആ വെള്ളത്തിലേക്ക് ഇടുന്നു. ഈ മീന്റെ വേസ്റ്റ് കണ്ടിട്ട് കുറെ കടൽ കാക്കകള് അവർക്ക് ചുറ്റും വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. ഇവരുടെ ഭാഗ്യമെന്ന് പറയട്ടെ, ഈ കാഴ്ച മീൻ പിടിക്കാൻ വന്നൊരു ഫാമിലി കാണുന്നു. ഒട്ടും താമസിപ്പിക്കാതെ അവർ അങ്ങോട്ടേക്ക് ചെല്ലുകയും ആ കുഞ്ഞു ചങ്ങാടം കണ്ട് അതിൽ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അത് വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ചങ്ങാടത്തിനുള്ളിലെ കുഞ്ഞിനെ കണ്ടതും ഈ നടുക്കടലില് ഈ കുഞ്ഞു വാവ ഒറ്റയ്ക്ക് എങ്ങനെയെന്നൊക്കെ സംസാരിക്കുകയും ഇവളുടെ ഫാമിലി എന്തിയെ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ചുറ്റും നോക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ചങ്ങാടത്തിൽ കെട്ടിയിരുന്ന ഒരു വള്ളി ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മുടെ ഹീറോയിൻ അവളുടെ കൈ ആ ചങ്ങാടവുമായി ബന്ധിച്ചിരുന്നു. അവരവളെ വെള്ളത്തിൽ നിന്നും എടുത്ത് CPR ഒക്കെ കൊടുത്ത് രക്ഷിക്കുന്നു. 26 ദിവസമാണ് അവൾ ആ കണ്ടെയ്നറിൽ കഴിച്ചുകൂട്ടിയത്. രക്ഷപ്പെട്ടു എന്ന് അവൾക്ക് വിശ്വസിക്കാനേ ആകുന്നുണ്ടായിരുന്നില്ല. ഇത്രയും വലിയ കാര്യം അവളെ കൊണ്ട് സാധിച്ചു എന്ന സത്യം അവളെ കൊണ്ട് ഉൾക്കൊള്ളാനാവുന്നുണ്ടായിരുന്നില്ല. രക്ഷപ്പെട്ട സന്തോഷത്തില് അവൾ അവളുടെ കുഞ്ഞിനെയും മുറുകെ പിടിച്ച് ആ ഫാമിലിയോടൊപ്പം പ്രതീക്ഷയോടെ കരയിലേക്ക് യാത്രയായി. താങ്ക്സ് ഫോർ വാച്ചിങ്.